ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനു ബാലന്റെ കാലിലേക്ക് കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛ എന്നോട് ക്ഷമിക്കച്ച, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു പറഞ്ഞു. ബാലിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു തന്റെ മോള് തന്നെ ചതിച്ചു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ബാലനും ഗോമതി ഉൾപ്പെടെ കൃഷ്ണമംഗലത്തുള്ളവരും ദേവമംഗലത്തുള്ളവരും എല്ലാരും വിശ്വസിച്ചുകൊണ്ടിരുന്ന അലോക അനുവിന്റെ കഴുത്തിൽ താലി ആർത്തിന്ന. അനുവിന്റെ കഴുത്തിൽ ഒരു താലി കിടപ്പുണ്ടല്ലോ, പക്ഷെ അത് സ്വന്തമായിട്ട് അവള് തന്നെ എടുത്ത് കെട്ടിയതാണ്. അലോകിനിട്ട് പണി കൊടുത്താന്നുള്ള കാര്യം അവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അലോക ആ സമയം ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവള് തനിക്കിട്ട് പണി തന്നെന്ന് മനസ്സിലായി. ഇവളെ നൈസായിട്ട് തേച്ചിട്ട് ദേവമംഗലംകാർക്ക് പണി കൊടുക്കാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന. പക്ഷെ അതും നടന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടൊരവസ്ഥയിലാണ് അലോക് നിൽക്കുന്നത്. ദേവമംഗലംകാരെ അടിച്ചൊതുക്കാം, എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അതിന്റെക്കാളും ഇരട്ടി പണിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ അലോകിന് തോന്നുന്നുണ്ട് ഒന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യങ്ങള്. ആ സമയത്ത് ബാലിനൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് മാറിപ്പോകുമ്പത്തേനും അനുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഗോമതി പറഞ്ഞു, എന്ത് കണ്ടുകൊണ്ട് നിൽക്കുവാടി, നിന്നെ ഈ വീട്ടിലേക്ക് ഇനി കണ്ടുപോയേക്കരുത്, ഇതിലൂടെയാന്ന് വെച്ച് പോയിക്കോണം എന്നൊക്കെ പറഞ്ഞുമ്പത്തേനും ഇത്രയും മീനാക്ഷിയൊക്കെ പറഞ്ഞു, അതെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് മീനാക്ഷി ചോദിക്കണം. പിന്നല്ലാതെ എന്ത് പറയണം, അവളെ ഞാൻ ഇങ്ങോട്ട് നിലവിളക്കും താലപ്പൊലി എന്ത് സ്വീകരിക്കണം, ഒരു കാരണവശാലും നടക്കില്ല, ഇതിലൂടെയാന്ന് വെച്ചാൽ പോയിക്കോട്ടെ എന്നൊക്കെ ഗോമതി കിടന്ന് ആക്രോശിക്കുകയാണ്. പക്ഷെങ്കില് ഗോമതി ചിന്തിക്കുന്നില്ല, ഒരു കാലത്ത് താനും ഇങ്ങനെയൊക്കെ ഇറങ്ങി പോന്നാന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ അതേ അവസ്ഥയിൽ കൂടെ അനു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അനു ഒരിക്കലും ദേവമംഗലത്തെ ചതിക്കാനായിട്ട് കൂട്ടു നിന്നിട്ടില്ല. അനുവിനെ ശരിക്കും അലോകും സുകന്യ എല്ലാരും കൂടെ ചേർന്ന് ചതിക്കുക ചെയ്തേ. പക്ഷെ അനുവിന് അതിപ്പോ വിളിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥ. വിളിച്ചു പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് അനുവിനറിയാം. അപ്പൊ പിന്നെ അലോകിനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. തനിക്കിട്ട് പണി തന്ന അവനാണെങ്കിൽ തിരിച്ച് അവരിട്ട് പണി കൊടുക്കണമല്ലോ. തന്റെ ജീവിതം തകർത്തിട്ട് അങ്ങനെ ഇപ്പൊ അവ സൂക്ഷിക്കണ്ടെന്ന് കരുതിയിട്ടാ അനു അങ്ങനെയൊക്കെ ചെയ്തത്. ആ സമയം രാജശ്രീക്ക് ഭയങ്കര സന്തോഷമാണ്. രാജശ്രീ അച്യുതനോട് എന്നിട്ട് പറഞ്ഞു, അച്യുതേട്ടാ നമ്മൾ കുറെ കാലമായിട്ട് കാത്തിരുന്നൊരു ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് രാജശ്രീ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി നിലവിളക്കൊക്കെ എടുക്കുവാണ്. അതേസമയം അച്യുതം വന്നിട്ട് അലോകിനോട് പറഞ്ഞു, എടാ നീ ഇത് എന്ത് നോക്കി നിൽക്കുക, അവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അല്ലച്ചാ അത് പിന്നെ ഞാന്, എടാ നീ കിട്ടിയ താലിയില്ല അവളുടെ കഴുത്തിൽ കിടക്കണേ, എടാ അവളെയും വിളിച്ചോണ്ട് കൃഷ്ണമംഗലത്തേക്ക് വാ എന്ന് പറഞ്ഞു. അലോകിനൊന്നും മേല, വിളിച്ചോണ്ട് പോവാനും പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും, വിളിച്ചോണ്ട് അകത്തേക്ക് കയറിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി. പിന്നെ അനുഭവം ഇങ്ങനെ അനുസരിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവില് അച്യുതം വന്നിട്ട് അനുവിനോട് പറഞ്ഞു, മോളെ ബാ അകത്തേക്ക് കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് അങ്ങോട്ടും കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് രാജശ്രീ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു, കൈ നിലവിളക്കൊക്കെ ആയിട്ട് അനുവിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അലോകിനോട് നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞു. അലോകിന് എന്തേലും വിളിച്ചു പറയാൻ പറ്റുമോ, തുറന്നു പറയാൻ പറ്റുമോ? അലോകിന്റെ വാ മൂടിക്കെട്ടിയ അവസ്ഥയായി പോയി. എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം താൻ പറഞ്ഞെല്ലാം കള്ളത്തരമാണെന്ന് ഇവർക്ക് മനസ്സിലാവും. ദേവമംഗലംകാർ തന്നെ വെറുതെ വിടത്തില്ലെന്നും അറിയാം. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വന്നതിന്റെ ബാക്കി നോക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അലോകിന് അകത്തേക്ക് കയറേണ്ടതായിട്ട് വന്നു. പക്ഷെ ഈ കാഴ്ചയെ കണ്ടുകഴിഞ്ഞപ്പോ ബാലിനെ സഹിച്ചില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അനു തങ്ങളെല്ലാരും ചതിച്ചു. അവൾക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൾ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ വിവാഹം നടത്തില്ലായിരുന്നു. പക്ഷെ അതിന് പകരം എല്ലാരും ചതിക്കാനായിട്ട് അവൾ കൂട്ടുനിന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിൽ. ഈ സമയത്ത് അച്യുതനെ വിളിച്ചോണ്ട് അനന്തരം അങ്ങോട്ട് പോയിട്ട് എടാ എന്ത് പരിപാടിയാടാ അലോ കാണിച്ചെന്ന് ചോദിച്ചു. എന്താ അനന്തേട്ടാ, എടാ അവൻ എന്താണെങ്കിലും ഇതുപോലത്തെ ഒരു നാറിയ പരിപാടി കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എല്ലാവർക്കും നാണക്കേടായി. ഇപ്പൊ ദേവമംഗലംകാർക്ക് മാത്രമല്ല കൃഷ്ണമംഗലംകാർക്ക് നാണക്കേടായില്ലേ. അല്ല അനന്തേട്ട, അതിന് അവന്, എടാ അവനിങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ. അവൻ എന്തൊക്കെയാ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഒടുവിൽ അനുവിനെ വിളിച്ചു വരുത്തിയത്. അത് അനന്തരൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചു. എടാ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നേ, ഇപ്പം മൊത്തത്തിൽ നാണക്കേടായില്ലേ, ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂടാ. അച്യുതൻ പറഞ്ഞു, അനന്തേട്ട അവന് ഇഷ്ടമുണ്ടായിരുന്നു, പിന്നെ അവളുടെ കല്യാണം, ദേ കൂടുതലൊന്നും പറയണ്ട, നിന്നോട് ഞാൻ ചോദിച്ചല്ലേ അവൻ എവിടെയുണ്ടെന്ന്, എന്നിട്ടോ ഒരു വാക്ക് നീ പറഞ്ഞോ? നീയപ്പ എന്താ പറഞ്ഞേ, എറണാകുളത്തിന് പോയേക്കുക, ഒരു ഫ്രണ്ടിനെ കാണാൻ പോയേക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതാണോടാ എറണാകുളത്തിന് പോയത്, ഫ്രണ്ടിനെ കാണാൻ പോയത് ഇങ്ങനെയാണോന്നൊക്കെ ചോദിച്ചു. അനന്തൻ കിടന്ന് ദേഷ്യപ്പെടുവാണ്. അച്ഛനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് രാജശ്രീ വന്നിട്ട് അനുവിനോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറഞ്ഞു. പക്ഷെ അനുവിന്റെ മനസ്സിൽ അഗ്നി എരിയുന്ന അവസ്ഥയായിരുന്നു. കാരണം താൻ ദേവമംഗലത്തെ ചതിച്ചു.
വേറെ നിവൃത്തിയില്ലായിരുന്നു. ഇവൻ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. തന്റെ കുടുംബക്കാരെ ചതിക്കാനായിട്ടായിരുന്നു ഇവന്റെ പ്ലാന്. അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇവനിട്ട് ഒരു പണി കൊടുക്കണം. ഇനി ഇവന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു നേരം പോലും സന്തോഷം ഉണ്ടാകത്തില്ല. താൻ അതിന് സമ്മതിക്കില്ല എന്നൊരു ചിന്ത മാത്രം അനുവിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അലോകാണെ പെട്ട് നിൽക്കുവാണ്. അലോകന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ രാത്രി ചോദിച്ചു, എന്താടാ നിനക്കിത് എന്ത് പറ്റി? ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചോണ്ട് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എടാ നീ അവളുടെ കഴുത്തിൽ താലി ആർത്തിയല്ലേ, എന്നിട്ടോ നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലമ്മേ, പറയാൻ പറ്റില്ലല്ലോ എന്താ ഏതാ സംഭവിച്ചെന്ന്. എടാ കൃഷ്ണമംഗലംകാർ കുറെ കാലമായിട്ട് കാത്തിരുന്ന ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒടുവിൽ ദേഹമംഗലത്തെ ബാലിനൊക്കെ തല കുനിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേന്ന് ചോദിച്ചു. അമ്മേ അത് എടാ ഇപ്പോഴാണ് നീ എൻ്റെ മോനായത്. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ അവളുടെ കഴുത്തിൽ താലി ആർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ കരുതിയത് അവൾ നിന്നെ തേച്ചിട്ട് പോകുന്ന. പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വാസം വന്നു എൻ്റെ മോൻ പറഞ്ഞാലൊരു കാര്യം പറഞ്ഞത് തന്നെയാന്ന്. അലോകന് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടുപോയില്ലേ. നല്ലൊരു ആലോചന വലിയച്ഛൻ കൊണ്ടുവന്നായിരുന്നു, കോടീശ്വരി പുത്രി. പക്ഷെ ഇനിയിപ്പോ അവളെ കിട്ടത്തില്ല. ഇവളെ പോലെ ഒരു വ്യക്തിയാണല്ലോ തലയിൽ കയറിയിരിക്കുന്നത്. ഇവളെ ഒഴിവാക്കാനായിട്ട് ഇനി എന്താ ഒരു മാർഗം? പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല. താൻ തന്നെയാണ് വിളിച്ചു പറയുകയും ചെയ്തെല്ലാം മണ്ടത്തരങ്ങള് വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത. ആ സമയം ഗോമതിയും ബാലനും ഒക്കെ വിഷമിച്ചിരിക്കുക. ഗോമതി കരയുമാണിരുന്ന് നെഞ്ചത്തടിച്ചിരുന്ന് നിലവിളിക്കുക. ദൈവമേ, എന്നാലും അനുവിന് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അവളിങ്ങനെയൊന്നും അല്ല ഞാൻ വളർത്തിക്കൊണ്ട് വന്നേ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക്. ഇപ്പൊ കണ്ടില്ലേ അവള് ഈ കുടുംബത്തെ മൊത്തം ചതിച്ചിട്ട് പോയത്. മീനാക്ഷി പറഞ്ഞു, അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് എന്നിട്ട് ഇനി കാര്യമുണ്ടോ? ഇനി അസുഖങ്ങൾ ഓരോന്ന് വരുത്തി വെക്കാന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, അതെ അമ്മ സങ്കടപ്പെടാതിരിക്കെ. നമ്മുടെ അനുവിന് ചതി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ സമയം ഗോമതി പറഞ്ഞു, എന്ത് സംഭവിക്കാനായിട്ട്? അവളുടെ തോന്നിയാസം പോയി. നമ്മളെക്കുറിച്ച് ഒരു നിമിഷം പോലും അവൾ ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിക്കുമായിരുന്നു അവളിങ്ങനെ പോകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആനന്ദ് പറഞ്ഞു, അതെ, എന്നാലും ഒരിക്കലും അവളിങ്ങനെ ചെയ്യുന്നു ഞാനും പ്രതീക്ഷിച്ചില്ല. അത്രയധികം സ്നേഹം കൊടുത്ത് അവളെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കൂടെ അനുവിനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേനും ആര്യം പറഞ്ഞു, ആനന്ദേട്ടാ എനിക്കെന്തോ നല്ല സംശയമുണ്ട്. ഒരിക്കലും അനു കൃഷ്ണമംഗലത്തിനോടൊപ്പം ചേർന്ന് നമ്മളെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആനന്ദ് ചോദിച്ചു, അതെന്താടാ ആര്യ നീ അങ്ങനെ പറഞ്ഞേ? അനുവിന് അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ രഹസ്യങ്ങൾ മറിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുകന്യ ഞെട്ടി. സുകന്യയുടെ അകവാള് കത്തി. എന്റെ ദൈവമേ, തന്റെ കള്ളത്തരം പൊളിക്കുക. താനാണ് അനുവിനെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. അത് മാത്രമല്ല അനുവിനെ അറിയുകയും ചെയ്യാം. താനും അലോകും എല്ലാരും കൂടെ ചേർന്നിട്ടാന്ന്. ഇനി എങ്ങാനും അനു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം തകർന്ന് തരിപ്പണമാവും. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എടാ അവൾക്ക് എന്തേലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് പറഞ്ഞാൽ പോരെ. ആര്യം പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും ആയിരിക്കില്ല. അവൾക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ? ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ നമ്മുടെ പെങ്ങള് നമ്മളെ ചതിക്കുമെന്ന്? ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവളുടെ സ്വഭാവം വെച്ചാൽ അവൾ അങ്ങനെ ചതിക്കാൻ കൂട്ടു നിൽക്കില്ല. അലോകിനോടൊപ്പം ചേർന്ന് ദേവമംഗലത്തെ ചതിക്കില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. അതാദ്യം എന്താന്ന് വെച്ചാൽ കണ്ടെത്തണമെന്ന് പറഞ്ഞു. ഈ സമയം ആകാശ് പറഞ്ഞു, ഇനിയിപ്പൊ അതൊക്കെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാനാടാ? ഇപ്പൊ നാട്ടുകാരുടെ മുന്നിൽ അവന്റെ ഭാര്യയല്ലേ അവള്. നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടിരാൻ പറ്റുമോ? അവൾക്ക് വേറെ നല്ല വിവാഹ ജീവിതം കിട്ടുമോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ ഇതിന്റെ പിന്നിൽ അലോക് കളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടത്തില്ല. അവനെ ഞാൻ ശരിയാക്കൂന്ന് പറഞ്ഞു. പിന്നീട് ആര്യനെ കൊണ്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം മിത്രയുടെ ഉള്ളിൽ സംശയങ്ങളുണ്ടായി. കാരണം ആരും കഴിഞ്ഞ ദിവസം കൊണ്ട് പറയുന്നതാണ് അനുവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. അനു 2-3 വട്ടം എന്തൊക്കെയോ പറയാമെന്ന. പക്ഷെ ആ സമയത്ത് കല്യാണത്തിന് കാരണം ആരും അത് കേൾക്കാൻ കൂട്ടാക്കില്ല. അപ്പൊ എന്തേലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമാണോ എന്നൊക്കെയൊരു സംശയങ്ങൾ മിത്രയുടെ പോലീസ് ബുദ്ധിയിൽ ഉദിക്കുന്നുണ്ട്. തങ്ങൾ അറിയത്തില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അനുവിന് ഒരിക്കലും തങ്ങളെ കുടുംബത്തെ ചതിക്കാൻ പറ്റില്ലെന്നൊരു സംശയം അങ്ങനെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോകുന്നത്. ഇനി എന്താണെങ്കിലും അലോകിന് നല്ല സുഖം തന്നെയാണ്. ദേവമംഗലംകാരെ ചതിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അനു വെറുതെ വിടുവോ? ഒരു കാരണവശാലും ഇല്ല. ഇനിയിപ്പോൾ അലോകിനെ ഇഷണ്ണാരെ വരപ്പിക്കുവോള്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.